നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി ഈ പന്ന ചെറുക്കന്റെ കൂടെ നടക്കരുത്. ഇവിടെ ജർമ്മൻ കഴിവറി എന്റെ കൊച്ചിന്റെ പിന്നാലെ എങ്ങനെ നീ കണ്ട കയ്യും കാര്യം ഞാൻ തല്ലി കുടിക്കും. Du dummes Arschloch, verpiss dich einfach! എന്നതാടി ആ എണ്ണം കേട്ടോ പറഞ്ഞത്? 15 Jahre bist du schon in Deutschland und kannst immer noch kein Deutsch? ചെറിയല്ലേടി ഞാൻ പറഞ്ഞത്? 15 വർഷത്തെ കണക്കൊന്നും പറയണ്ട, അത്യാവശ്യം ജർമ്മനൊക്കെ എനിക്കും അറിയാം. Sie reden nur, wenn es verlangt ist, Papa. നീ എന്നാത്തിനടി അവന്റെ പിന്നാലെ നടക്കുന്നത്? Guck mal, er ist ein Freund von mir, so kann ich doch mit ihm reden und mit ihm gehen. ജമി എവിടെ എടി അവൻ ജർമ്മൻകാരനാ, വിശ്വസിക്കാൻ കൊള്ളത്തില്ല നീ. Mama hat aber gesagt, ich soll keine Malayalis vertrauen. മലയാളികളെ ഒഴിച്ച് ആരെ വേണേലും വിശ്വസിക്കാവുന്ന തള്ള പറഞ്ഞു. ഈ ജർമ്മൻ ഭാഷ എന്ന് പറയുന്ന ഒരു പന്ന ഭാഷയാണ്. മലയാളത്തിന്റെ ഒരു ഇത് കണ്ടിട്ടില്ലയോ? ജർമ്മൻകാരൻ കുട്ടട്ട് സാഹിബ് മലയാളത്തിൽ ഡിക്ഷണറി ഉണ്ടാക്കാൻ അങ്ങ് തലശ്ശേരിക്ക് പോയത്. ജർമ്മൻ കൊള്ളാമായിരുന്നതിൽ പുള്ളി ഇവിടെ തന്നെ നിന്ന് ജർമ്മൻ ഡിക്ഷണറി ഉണ്ടാക്കത്തില്ലായിരുന്നു. ഈ വക ഡയലോഗൊക്കെ മമ്മയോട് പറഞ്ഞാ മതി കേട്ടോ. താ വന്നു ചെല്ല്. തൂശി പിടിക്കണേ. Geh weg. എബ്രാം വിളിച്ചായിരുന്നു, നാളത്തേക്ക് ടിക്കറ്റ് ഒക്കെ ആയിരുന്നു. എന്തൊരു പാടാണെന്ന് നോക്കി. ഏത് നേരത്താണോ ഈ ആന്റണി പെരുമ്പാവൂരിനെ അറിയാവെന്ന് പറഞ്ഞാ ഞാൻ. എന്റെ മാത്തുക്കുട്ടി എന്തിനാ ഈ ആക്ടിങ്? അതങ്ങ് വച്ചേര്. നാട്ടിൽ പോയാൻ ഇയാള് കയറും പൊട്ടിച്ച് നിൽക്കാന്ന് എനിക്കറിയാം മേലയോ. ആ പിന്നെ 2 ദിവസം അത്രേ ഉള്ളൂ കൂത്ത്. അത് കഴിഞ്ഞാൽ നേരെ പോന്നേക്കണം. മാത്തുക്കുട്ടി സമയം കളണ്ട, സാധനങ്ങളൊക്കെ കിച്ചണിൽ കൊണ്ടുവച്ചേ. ഇത് എത്ര കാലത്തിനുള്ളത് ഈ അടുക്കി പറക്കി വെക്കുന്നേ? ഓ ഇല്ലെന്നേ, പേര് 2-3 എടുത്തേ ഉള്ളൂ. പിന്നെ കുഞ്ഞുവൻ ചില സാധനങ്ങൾ കൊണ്ടുവരും നാട്ടിൽ കൊടുക്കാൻ, അതാ വലിയ പെട്ടി. പിന്നെ കാശുവെല്ലാം തന്നേക്കണേ, എന്റെ ഒന്നുമില്ല. എന്നാത്തിന്? ഇനി 4-5 കൊല്ലം കൂടി നാട്ടിൽ പോകുന്നല്ലോ. അതിനെന്നാ? എന്നാലും ആരെങ്കിലും വന്ന് കൈ നീട്ടിയാലേ കഴിഞ്ഞ 1.5 വർഷമായിട്ട് മാത്തുക്കുട്ടി ജോലിക്ക് പോകുന്നില്ല എന്നങ്ങ് പറഞ്ഞാ മതി. എന്നാലും ഒരെന്നാലും കുന്നാലും ഇല്ല. ഇതിനിടയ്ക്ക് നാട്ടിൽ പോയിട്ട് ആരെ കാണാനാ? സ്വന്തം എന്ന് പറയുന്ന ഒരു പെങ്ങളല്ലേ ഉള്ളത്. അവളാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ചുള്ളി ഓടിച്ച് പണങ്ങി നടക്കുവോ? മതി, ഇനി പുരാണം തുടങ്ങണ്ട. കാശ് കമ്മിറ്റിക്കാരോട് ചോദിക്കുക വഴിച്ചെലവിനും മറ്റും. മോഹൻലാലിനെ നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരാൻ പോകുന്നല്ലോ. ഞാൻ അവരോട് മേടിച്ചോളാം. ആ